സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യരെയും കൂടെ പിടിക്കുന്നവരാണ്. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സഞ്ചരിച്ച് ആത്മാക്കളെ, മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്നുള്ളതാണ്. നല്ല പേര്. ദൈവം അനുഗ്രഹിക്കട്ടെ. അമേരിക്കയിലുള്ള നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ വന്ദനങ്ങളെ നിങ്ങളെ അറിയിക്കുന്നു. ഈ രാജ്യത്തിലുള്ള മറ്റുള്ള നമ്മുടെ ദേവദാസന്മാരുടെ വന്ദനങ്ങളെ നിങ്ങളെ അറിയിക്കുന്നു. Life Center Ministries works in many countries. Life Center Ministries പല രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. So you are a part of a big ministry. ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. You are not here alone. നമ്മൾ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയല്ല, വലിയൊരു പ്രാർത്ഥനയുടെ വലയത്തിനുള്ളിലാണ് നമ്മളായിരിക്കുന്നത്. It's good to not be alone. ഒറ്റയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സഭയായിട്ട് നിൽക്കുക എന്നുള്ള പ്രയാസമാണ്. പക്ഷെ കൂട്ടമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വലിയ സന്തോഷം ഉണ്ടാവുന്നത്. I'm so excited to be here and see this new church. ഈ പുതിയ ചർച്ചിന്റെ ഭാഗങ്ങളെ കാണുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. It's looking good so far. ഇത്രത്തോളം പണിയുവാൻ ദൈവം സഹായിച്ചു. കൊള്ളാം. And it will be very good when it's complete, right? ഇത് പൂർത്തീകരിക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും. Sorry we are late. ഞങ്ങൾ താമസിച്ചു പോയി, അതിന് സോറി. We are on Indian time. ഞങ്ങൾ ഇന്ത്യൻ ടൈം അനുസരിച്ചാണ് ഇന്ത്യയിൽ. Only we are Indian time. You are here on time. ഞങ്ങളാണ് താമസിച്ചത്, നിങ്ങൾ താമസിച്ചില്ല, കറക്റ്റ് ടൈമായിരുന്നു. But finally we are here and we're going to listen to the word. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ പോകുന്നു. So open your ears and your heart to what God wants to speak to you ദൈവത്തിന് today. എന്തോളം നമ്മോട് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കാം. Thank you for having us. താങ്ക് യു. ഞങ്ങളെ ഇവിടെ വരാനുള്ള അവസരം ഉണ്ടായതിൽ നിങ്ങൾക്ക് നന്ദി പറയും. Good day. എല്ലാവർക്കും പ്രഭാതവന്ദനം. Hello. My name is Salintrich. It is so good to be with you. നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. And we give thanks to the Lord for giving us the opportunity to visit with you. ഈ സഭയിൽ വരാൻ കർത്താവ് സഹായിച്ചതാണ് ദൈവത്തിന് നന്ദി പറയുന്നു. And like my wife said, please forgive us for being late. എന്റെ ഭാര്യ പറഞ്ഞത് താമസിച്ചതിന് നിങ്ങൾ ഞങ്ങളെ ക്ഷമിക്കുക. We won't do it again. ഇനി ഞങ്ങൾ വരുമ്പോൾ കറക്റ്റ് സമയത്ത് എത്തിക്കൊള്ളാം. But thank you. It's so good to be with you. Praise the Lord. I want to share with you, if you will turn with me to the Gospel of St. Luke, chapter 4. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 17-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള. I am very excited to preach this message to you today. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സംസാരിക്കുവാൻ വളരെ ആവേശത്തോടു കൂടെ ഞാൻ And to ആയിരിക്കുന്നു. share the word of God with you today. നിങ്ങളോടൊത്ത് ദൈവത്തിനെ സംസാരിക്കുവാൻ. This is a very special word. ഇന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു വചനമാണ്. Because it describes the mission of Jesus on the earth. യേശുവിന്റെ ഈ ഭൂമിയിലുള്ള സുവിശേഷ പ്രവർത്തനത്തെ പറ്റി വിശദീകരിച്ചിരിക്കുന്നതാണത്. And what Jesus showed us in this എന്റെ കൈ കഴിക്കണ്ട വെച്ച് യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ചില മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. is that even after he died, rose again, നമ്മളെ വീഡിയോ കൊടുക്കണം. ഐഫോൺ continued to us to believe. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയെങ്കിലും അവിടുത്തെ ശുശ്രൂഷകൾ നിന്ന് പോയില്ല. അത് തുടർന്ന് ചെയ്യാനുള്ള ജോലി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നിന്ന് പോയില്ല. No one can stop it. ആർക്കും നിർത്താനും കഴിഞ്ഞില്ല. The devil can't stop it. പിശാചിന് അത് നിർത്താൻ കഴിഞ്ഞില്ല. Never stop. ഒരിക്കലും നിർത്താൻ കഴിഞ്ഞില്ല. And it doesn't matter what others try to do, they will not stop what God intended through Jesus. പ്രിയമുള്ളവരെ, നമ്മിൽ ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല. So let's read from verse number 17. 17-ാം വാക്യം നമുക്ക് വായിക്കാം. Luke chapter 16, verse 16 to 21. 16-ാം വാക്യം ഇത് വായിക്കുക. അവൻ നടന്ന് നഷ്ടത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാണ്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഭക്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു.